ഫ്രാൻസിസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിറ്റു. അപ്പോ ഞങ്ങളോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്റർടൈൻമെന്റ് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, വേറെ തഗ് ലൈഫ് അതുപോലത്തെ വീഡിയോ ഒക്കെ ആണല്ലോ, എന്റർടൈൻമെന്റ് വീഡിയോ ഒന്നും പറ്റി വന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ കഴിഞ്ഞ ചുറ്റിനെ പ്രാങ്ക് ചെയ്തൊരു വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ വീട്ടില് അമ്മ ഇല്ല, അച്ചാച്ചന് സുഖമില്ലായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പം അമ്മ അച്ചാച്ചയുടെ കൂടെയാണ് ഉള്ളത്, അതുകൊണ്ട് അമ്മ ഇല്ല വീഡിയോ എടുക്കാനത്. ഇല്ലെങ്കിൽ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയായിരുന്നു ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തരുന്നതും എല്ലാം റെഡിയാക്കുന്നതൊക്കെ അമ്മയായിരുന്നു. പക്ഷെ ഇപ്പൊ അമ്മ വീട്ടിലില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ഇത് ഷൂട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ചിറ്റുവിന്റെ പ്രാങ്ക് വീഡിയോ അതെല്ലാം ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത്, ഇനിയും ഇത് തന്നെ ഞാൻ തന്നെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അമ്മ വീട്ടില് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് എന്താ പറയാ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പഠിക്കാനാണെങ്കിലും പഠിക്കാനൊക്കെ വലിയ കുഴപ്പമില്ല, എങ്ങനെ പഠിച്ചോളൂ. അവനെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും വീഡിയോ എടുക്കാനാണെങ്കിലും പിന്നെ എന്താ വീട്ടിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അമ്മ അല്ലാണ്ട് ഒരു വസ്തു നടക്കൂല. കാരണം അമ്മ ഭയങ്കര വീട്ടിലിപ്പോ മെയിൻ ആണ് അമ്മ, മെയിൻ ക്യാരക്ടർ അമ്മയാണ്. അങ്ങനെയാണ് പറയാ. അച്ഛൻ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോളിൽ, അന്നേരം അച്ഛ പറഞ്ഞു അമ്മയാണ് അച്ഛയുടെ ഏറ്റവും വലിയ ശക്തി എന്നൊക്കെ അച്ഛ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അമ്മ ഇല്ലാത്തത് കൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ തന്നെ എടുക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയില് എന്താന്ന് വെച്ചാല് നമ്മൾ അമ്മേനെ കാണാൻ പോകുന്നത്, ഐ മീൻ ഹോസ്പിറ്റലിലോട്ട് പോവാണ് അച്ചാച്ചനെയൊക്കെ ഒന്ന് കാണാൻ. പക്ഷെ കാണാൻ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞങ്ങളെ ഹോസ്പിറ്റലിന്റെ അകത്തോട്ട് കയറ്റുമല്ല. ഞങ്ങൾ പുറത്ത് കഴിഞ്ഞ 2 പ്രാവശ്യം പോയി. അപ്പോഴും ഞങ്ങൾ പുറത്ത് ഹോസ്പിറ്റലിന്റെ പുറത്ത് വെക്കും, അമ്മ പുറത്തോട്ട് വരും, ബാഗും ഡ്രസ്സും വെള്ളവും ഒക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇന്നലെ വിളിച്ച് പറഞ്ഞു വെള്ളം തീരാറായി. അന്നേരം നിങ്ങൾ രാവിലെ തന്നെ രാവിലെ 8 മണിയായിട്ടുള്ളൂ. അന്നേരം ഞങ്ങൾ രാവിലെ പുറപ്പെടാൻ പോവുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ ഇല്ലയെന്ന് പറഞ്ഞു. വെള്ളം എല്ലാം കൊണ്ടുപോയി പുറത്ത് നിൽക്കും. എന്നിട്ട് പുറത്തുനിന്ന് അമ്മയ്ക്ക് ഞങ്ങൾ സാധനം കൊടുക്കും. അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീണ്ടും തിരിച്ചു അച്ചാച്ചനൊന്നും കാണാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് കയറണമെങ്കിലാണെങ്കിൽ കോവിഡ് ടെസ്റ്റ് ചെയ്യണം. അമ്മയ്ക്കാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാനും പറ്റില്ല. കാരണം അമ്മേനെ അച്ചാച്ചനെ ഓൾറെഡി അങ്ങോട്ട് ഗേറ്റ് ചെയ്ത് കോവിഡ് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെന്ന് ഉറപ്പായതുകൊണ്ടാണ് ഗേറ്റ് ചെയ്ത്. ഞങ്ങൾക്ക് അങ്ങോട്ട് കയറണേ കോവിഡിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ കോവിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ മൂക്കിന്നൊക്കെ എടുക്കുകയൊക്കെ അല്ല. അന്നേരം അമ്മയുടെ അച്ചാച്ചൻ്റെ മൂക്കിന്ന് ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. അന്നേരം എന്തെല്ലാം വേദന, ഇങ്ങനെ എടുക്കുമ്പോൾ എന്തായിരുന്നല്ലേ, അത് ഭയങ്കര വേദനയൊക്കെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് എന്നെ അകത്തോട്ട് കയറാനുള്ള കൊതി മതിയായി. അതുകൊണ്ട് അകത്തോട്ട് കയറുന്നില്ല, പുറത്ത് നിന്ന് സാധനങ്ങളൊക്കെ എടുക്കുന്നത് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ. പിന്നെ അമ്മേനെ ഇടയ്ക്ക് വീഡിയോ കോളൊക്കെ ചെയ്ത് കാണും. അങ്ങനെയാണ്. അപ്പം നിങ്ങളെ ഡ്രസ്സും വെള്ളവും എല്ലാം കൊണ്ടേ കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു. എന്റർടൈൻമെന്റ് വീഡിയോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ 2-3 എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇല്ലാണ്ട് അമ്മ ഇല്ലാണ്ട് എന്റർടൈൻമെന്റ് വീഡിയോ എടുക്കാൻ ഒരു പെർഫെക്ഷൻ കിട്ടൂല. അമ്മയാണ് നമ്മുടെ ക്യാമറമാൻ. പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികൾക്ക് അമ്മയുടെ കീഴിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോക്കും നോക്കാം. പിന്നെ അച്ചാച്ചിക്ക് കഴിഞ്ഞ ദിവസം മുതലായിട്ട് ചിപ്സ് വേണം ആഗ്രഹം. അതുകൊണ്ട് കുറച്ച് ചിപ്സും എല്ലാം വാങ്ങിക്കൊടുത്ത് നിങ്ങളുടെ പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകളും പ്രകൃതിയും എല്ലാം കാണിച്ചേക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. ടിറ്റുവും മമ്മിയും ഞാനും ടിറ്റുവും ഞങ്ങളുടെ മമ്മിയും ഗ്രാൻഡ് മദറും വീട്ടിലൊറ്റക്കാണ്. അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിലോട്ട് പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാണ്. ഓട്ടോ ഇപ്പൊ വരും. അപ്പൊ ഞങ്ങളെല്ലാം പൂട്ടി റെഡിയാക്കി ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പൊ അതാ ഓട്ടോ വരുന്നുണ്ട്. ഞങ്ങൾ കൊടുക്കാം. അപ്പൊ അവർക്ക് വേണ്ട ഡ്രസ്സും പിന്നെ ഇന്നത്തേക്കുള്ള ചോറും പിന്നെ കുറച്ച് കറികളും പിന്നെ ഇവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ വീട്ടിൽ നിന്നാ കൊണ്ടുപോകുന്നത്.
അപ്പോൾ അതും എല്ലാം കൂടെ എടുത്തിട്ട് തൊട്ടിൽപ്പാലത്തുള്ള ഇക്ര അഥവാ റഹ്മ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം. തൊട്ടിൽപ്പാലത്ത് ഉപ്പിലിട്ടാലോ? ഞങ്ങളെ അകത്തോട്ട് കയറ്റൂല. ഞങ്ങളിവിടെ പുറത്ത് വന്നിട്ട് അവിടെ ആ ഗേറ്റിന്റെ അവിടെ നിൽക്കും, അമ്മയ്ക്ക് സാധനം കൊടുക്കും, തിരിച്ചു പോകും. അച്ചാച്ചനെ കാണാനൊന്നും പറ്റൂല. ഇതാ നമ്മുടെ മറ്റേ മാസ്ക് കുറയുന്നുണ്ട്. വന്ന പോലെ തന്നെ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വിജയമുള്ള അങ്ങോട്ട് കേറുപോലില്ല. പുറത്ത് നിൽക്കാൻ സാരം കൊടുക്കാൻ തിരിച്ചു പോരുക. അങ്ങനെ ഞങ്ങൾ തിരിച്ച വീട്ടിലെത്തി. ഞാൻ ഇത്രയല്ല ഈ വീഡിയോ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഹോസ്പിറ്റലിൽ പോകുന്നതായിരുന്നു. അപ്പോ അച്ചാച്ചനെ കാണാൻ പറ്റിയിരുന്നു. പുറത്തുനിന്ന് അമ്മേനെ കണ്ട് സാധനം എല്ലാം കടുത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ട് തിരിച്ചതേ എവിടെയെങ്കിലും പോകുന്നു. അത്ര ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും വീഡിയോ വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു അങ്ങനെ അങ്ങ് എടുത്തു. അപ്പം ഞങ്ങളോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്ത. ഇതാണ് അതിന്റെ കാരണം. ചുറ്റുവിനെ ഇതുവരെ വീഡിയോക്കകത്ത് കാണിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ഇനിയും പുതിയ വേറെ വീഡിയോ വീണ്ടും വരാം. Stay home, stay safe, stay entertained with Smartest. Ta-ta! Thanks for watching.